വീഡിയോയിൽ അവരുടെ മുഖം കാണാൻ പറ്റുന്നില്ല. മർഡർ നടന്നതായി ഞങ്ങളുടെ കയ്യിൽ CCTV ഫൂട്ടേജിന്റെ തെളിവുണ്ട്. നിങ്ങൾ പോലീസാ? അല്ല സർ, മരിച്ചു പോയത് ഞങ്ങളുടെ മരുമകളാ. ഞങ്ങൾ പേഴ്സണലായിട്ട് എൻക്വയറി ചെയ്യുക. അന്ന് ക്യാബ് ഡ്രൈവ് ചെയ്തിരുന്ന ഡ്രൈവർ, ആ പാസഞ്ചർ, അവരുടെ ഡീറ്റെയിൽസ് ഒന്ന് കിട്ടുമോ? അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. ആ ഡ്രൈവറെ ഒന്ന് വിളിക്കാമോ? ഡ്രൈവറുടെ പേര് ശ്രീനി എന്നാണ്. ഇന്ന് ഡ്യൂട്ടിക്ക് വന്നിട്ടില്ല. അയാളുടെ അഡ്രസ്സും തരാമോ? ഞങ്ങൾ വീട്ടിൽ പോയി കണ്ടോളാം. അവൻ ലീവ് എടുത്ത് നാട്ടിലേക്ക് പോയിരിക്കുക. നാളെ വരൂ. മൈ ഗോഡ്. അയാളെ ഒന്ന് ഫോൺ ചെയ്യാമോ സർ? അവന്റെ നാട് ഒരു കുഗ്രാമത്തിലാണ് മാഡം. അവിടെ ഫോൺ സിഗ്നലേ കിട്ടില്ല. നാളെ അയാൾ തീർച്ചയായിട്ടും വരുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും വരും. അവൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് കാണാൻ പോയിരിക്കുക. നാളെ രാവിലെ തന്നെ വരും. ഞങ്ങളുടെ ഫോൺ നമ്പർ നോട്ട് ചെയ്തോളൂ. അയാൾ വന്ന ഉടനെ തന്നെ ഇൻഫോം ചെയ്യണേ പ്ലീസ്. നമ്പർ പറഞ്ഞുതരാം. ഓക്കെ സാർ. എൻ്റെ പേര് അഭിരാം എന്നാണ്. മറക്കല്ലേ സാർ, പ്ലീസ് വിളിക്കണേ. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. പോയിട്ട് വരും, ഞാൻ വിളിച്ചോളാം. ഏട്ടാ, എന്താ ഇത്? ഈ കേസിൽ എന്തെല്ലാം തടസ്സങ്ങൾ ഉണ്ടാവുന്നു? സത്യം പുറത്തു വരണമെങ്കിൽ നമ്മൾ മിണ്ടാതിരുന്നേ പറ്റൂ. അങ്ങനെ പെട്ടെന്നൊന്നും നടക്കില്ല. പക്ഷേ നമ്മുടെ ശിവാനിയെ വളരെ ഈസി ആയിട്ട് കൊലപ്പെടുത്തി. അതും ഒരു ലേഡിയാ ചെയ്തിരിക്കുന്നത്. ആ മർഡറിന്റെ പിന്നിൽ തീർച്ചയായിട്ടും എന്തോ കാരണമുണ്ട്. കൊലയാളി ഒരിക്കലും ഒരു കള്ളിയല്ല. എന്താന്ന് വെച്ചാൽ ശിവാനിയുടെ കയ്യിലുള്ള ഫോൺ, സ്വർണം അതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. മാത്രമല്ല കൊലയാളി തൻ്റെ ചെയിൻ നഷ്ടപ്പെടുത്തിയിട്ടാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് വേറെ എന്തോ ഒരു മോട്ടീവുണ്ട്. ശിവാനിക്ക് ശത്രുക്കൾ ആരാ ഉള്ളത് ഏട്ടാ? ദമയന്തിയുടെ സംസാരം ശരിയല്ലെങ്കിലും അവളെ കൊല്ലാനും മാത്രമുള്ള ദേഷ്യമുണ്ടോ ആൾക്കാർക്ക്? കൊലപാതകയെ കിട്ടുന്നത് വരെ സത്യം എന്താണെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. അതാരാണെന്ന് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൂടെ നമ്മൾ വെയിറ്റ് ചെയ്യണം. വാ. ഇതാ സ്വീറ്റ്സ് കഴിക്കേ. വേണ്ടെന്നോ? ശരി, ഈ ഫ്രൂട്ട്സ് കഴിക്കേ. വേണ്ട ആന്റി, ഞാൻ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നു. അതൊക്കെ എപ്പോഴും ദഹിച്ചു കാണും. എനിക്ക് വേണ്ടി ഇതെങ്കിലും കഴിക്കേ. വേറെ കുട്ടികളാരും വന്നില്ല ആന്റി? കുട്ടികളോ? വിളിച്ചിട്ടുണ്ട്, ഉടനെ ഇങ്ങെത്തും. അവരെല്ലാരും ഉണ്ടായിരുന്ന നിന്റെ മേലെ ദൃഷ്ടിപ്പെടില്ലേ? അതുകൊണ്ടാ അവരോട് ലേറ്റായി വരാൻ പറഞ്ഞ്. അതിനുള്ളിൽ നീ ഇതെല്ലാം കഴിച്ചിരിക്കണം. ഓക്കെ? സോറി ആന്റി, മുഴുവനും കഴിക്കാൻ പറ്റില്ല. ഇതെല്ലാം എന്റെ മകന് ഒരുപാട് ഇഷ്ടാ ഉണ്ണി. ചോദിച്ചു വാങ്ങി കഴിക്കാറുണ്ട്. എന്നാൽ നീ വേണ്ടെന്ന് പറയുന്നു. മാഡം ഉണ്ണിയെ നല്ലവണ്ണം പാട്ടിലാക്കാൻ നോക്കുന്നുണ്ട്. ഇതെല്ലാം എന്റെ മകന്റെ ഹാൻഡ് റൈറ്റിംഗാ. എത്ര നന്നായിട്ടുണ്ടല്ലേ? ശരി ആന്റി, ആന്റിയുടെ മോന്റെ നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണല്ലോ. നിന്റെ ഹാൻഡ് റൈറ്റിംഗ് എങ്ങനെയാ? എഴുതി കാണിക്കാവോ? ഇതാ, ഇതിൽ മുൻ പേരെഴുത്. വാവ്, സൂപ്പർ ഉണ്ണി. നിന്റെ ഹാൻഡ് റൈറ്റിംഗ് നന്നായിട്ടുണ്ട്. ഇനി സൈൻ എങ്ങനെയാ ഇടുന്നേ? കണ്ടില്ലേ, എന്റെ സൈൻ ഇങ്ങനെയാ. നിന്റെ സൈൻ എങ്ങനെയായിരിക്കും? ഇതാ, ഈ പേപ്പറിൽ സൈൻ ചെയ്യ്. ഇവിടെ ഇവിടെ എഴുത്. വാവ്, സൂപ്പറായിട്ട് സൈൻ ഇട്ടിട്ടുണ്ടല്ലോ. നിന്റെ ഒപ്പ് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെ കൂടി സൈൻ ചെയ്യേ.
എന്റെ ദൈവമേ, വീടിന്റെ പത്രത്തിൽ ഉണ്ണിയുടെ കയ്യൊപ്പ് വാങ്ങിക്കഴിഞ്ഞു. മാഡം ആഗ്രഹിച്ചതുപോലെ ഉണ്ണിയെ ദത്തെടുത്തതായി പത്രത്തിൽ എഴുതാനും പറ്റും. താങ്ക് യു ഉണ്ണി, നീ ഗുഡ് ബോയ് ആണ്. എന്റെ മോനെ പോലെ നീ വലിയവര് പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ട്. ഉണ്ണിയുടെ കയ്യൊപ്പ് വാങ്ങിക്കഴിഞ്ഞു. ഇനി തമ്പ് ഇംപ്രഷനും കൂടി കിട്ടിക്കഴിഞ്ഞാ ദത്തെടുക്കൽ പ്രോസസ് കംപ്ലീറ്റ് ആയി. ഉണ്ണി അറിയാതെ മാഡത്തിന്റെ അവകാശിയായി മാറും. ഉണ്ണി, ഇതെന്താണെന്നറിയോ? അറിയാ ആന്റി, ഇത് ലെൻസ് അല്ലേ? ഇതെന്തിനാ ഉപയോഗിക്കുന്നതെന്നറിയാവോ? ചെറിയ സാധനങ്ങളൊക്കെ ഇതിലൂടെ വലുതായി കാണാൻ പറ്റുമോ ആന്റി? ഗ്രേറ്റ് ഉണ്ണി, നിനക്ക് വലിയ വലിയ കാര്യങ്ങളൊക്കെ അറിയാലോ. മറ്റൊരു കാര്യം നിനക്കറിയോ? ഈ ലോകത്തില് എല്ലാവരുടെ കൈരേഖകളും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്, അറിയോ? ഇപ്പോ എന്റെ തമ്പ് ഇംപ്രഷനും നിന്റെ തമ്പ് ഇംപ്രഷനും ഡിഫറെന്റ് ആയിരിക്കും. വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി നിന്റെ വിരൽ വെച്ച് നോക്ക്. ഇപ്പൊ നോക്ക്, വ്യത്യാസം മനസ്സിലാവും. മാഡം ജീനിയസ് ആണ്. ഉണ്ണിയുടെ വിരലടയാളം പോലും വാങ്ങിക്കഴിഞ്ഞു. ഉണ്ണി ഇവിടെ കൊണ്ടുവന്നതിന്റെ ജോലി കഴിഞ്ഞു. എന്തെങ്കിലും വ്യത്യാസം അറിയുന്നുണ്ടോ ഉണ്ണി? ഒന്നും മനസ്സിലാവുന്നില്ല ആന്റി. അത് നമ്മളെ പോലുള്ളവർക്ക് മനസ്സിലാകില്ല. എക്സ്പേർട്സും കൈരേഖകൾ നോക്കുന്ന ആളുകൾക്ക് മാത്രമേ അത് മനസ്സിലാകുകയുള്ളൂ. ഓക്കെ ഉണ്ണി, കഴിക്കാൻ പോയാലോ? ബിരിയാണി വെച്ചിട്ടുണ്ട്. വേണ്ട ആന്റി, ഞാൻ വീട്ടിലേക്ക് പോവാ. എന്റെ അമ്മയും അച്ഛനും എത്തിയിട്ടുണ്ടാവും. എന്നെ കണ്ടില്ലെങ്കിൽ അവര് വല്ലാതെ പേടിക്കും. ഒന്നും വരില്ല, ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പ്ലീസ് ആന്റി, ഞാൻ വേറൊരു ദിവസം വരാം, അപ്പൊ കഴിക്കാം. ശരി, നിന്റെ ഇഷ്ടം. ഞാൻ ഡ്രൈവറിനോട് പറഞ്ഞ് നിന്നെ ഡ്രോപ്പ് ചെയ്യാൻ പറയാം കേട്ടോ. പോകാം. അകത്ത് ആരാ ഉള്ളത് ആന്റി? അത് എന്റെ സിസ്റ്റർ ഉണ്ണി. ആന്റിക്ക് സിസ്റ്റർ ഉണ്ടോ? എന്നോട് പറഞ്ഞതേ ഇല്ലല്ലോ. ഞാനൊന്ന് കണ്ടിട്ട് വരാം. ഉണ്ണി, അതൊക്കെ പിന്നെ കാണാം. നിന്റെ അച്ഛനും അമ്മയും കാത്തിക്കുന്നല്ലേ പറഞ്ഞത്. സാരമില്ല ആന്റി, ആന്റിയുടെ സിസ്റ്ററിനെ ഒന്ന് കണ്ടിട്ട് പോയേക്കാം. ഉണ്ണി, അവളുടെ ഹെൽത്ത് നല്ലതല്ലടാ. അത് കുഴപ്പമില്ല. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. വാഷ്റൂമിൽ പോയി തോന്നുന്നു. പിന്നെ ഒരിക്കൽ കാണാം. വാ ഉണ്ണി, ഇനിയും നിന്ന ലേറ്റ് ആകില്ലേ? ഓക്കെ ആന്റി. കം. അബി, ഏട്ടാ, പോയ കാര്യം എന്തായി അബി? എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല ഏട്ടാ, പക്ഷെ ചെറിയൊരു ലീഡ് കിട്ടിയിട്ടുണ്ട്. കൊലയാളി ആ സ്പോട്ടില് ഒരു ക്യാബിലാ വന്നിറങ്ങിയത്. ആ ക്യാബിനെ കുറിച്ച് എൻക്വയറി നടത്തിക്കൊണ്ടിരിക്കുക. ആ ക്യാബ് ഡ്രൈവറിനെ കിട്ടിക്കഴിഞ്ഞാൽ ആരാണ് ആ കൊലയാളിയെന്ന് അറിയാൻ പറ്റും. ആ വണ്ടി ഒരുപക്ഷെ കൊലയാളിയുടേതായിരിക്കും ഏട്ടാ. ഇല്ല അഖിൽ, ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചതാ. നടന്ന കൊലപാതകവും ക്യാബ് ഡ്രൈവറും തമ്മിൽ യാതൊരുവിധ ബന്ധവും ഇല്ല. വലിയ ഡിറ്റക്റ്റീവിനെ പോലെ അന്വേഷിച്ച് തെളിവെടുക്കാൻ നോക്കുക. പോലീസിനോട് പോലും പറഞ്ഞിട്ടില്ല. എത്ര നാള് നീട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ കുഞ്ഞമ്മേ. അത്രയും നാൾ ഞാനും വസുവിനെ ദ്രോഹിച്ചുകൊണ്ടേയിരിക്കും. തൊട്ടതിനൊക്കെ വസുവിനെ കുറ്റപ്പെടുത്താതെ. അഭിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ, നിന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കും. അതെങ്ങനെ അടിച്ചു പുറത്താക്കും? എനിക്കും ഈ വീട്ടിൽ അധികാരമുണ്ട്. മകളായിട്ട് നിനക്കുള്ള അധികാരത്തേക്കാൾ മകനായിട്ടുള്ള അവന അധികാരം കൂടുതൽ. എന്ത് വന്നാലും നിന്റെ അമ്മ മുഖാന്തരം മതി. വാ. ആ കൊലയാളിയെ തീർച്ചയായിട്ടും കണ്ടുപിടിക്കണം അബി. ഇല്ലെങ്കിൽ വസു ദിവസം ആ പഴി ചുമക്കേണ്ടി വരും. അതെ ഏട്ടാ, എന്റെ കല്യാണം കാരണം ഏട്ടത്തി പഴി കേൾക്കുന്നത്
എനിക്ക് വലിയ ബുദ്ധിമുട്ടാ. പെട്ടെന്ന് തന്നെ എല്ലാത്തിനും ഒരു തീരുമാനം കിട്ടും അഖിൽ. ഏട്ടാ, നമുക്ക് ഓഫീസിലേക്ക് പോകണം. അവിടെ അത്യാവശ്യമായിട്ടൊരു ജോലിയുണ്ട്. ശരി അബി, വാ നമുക്ക് പോവാം. ചേച്ചി, അമ്മയ്ക്ക് ഇങ്ങനെയുണ്ട്? രാവിലെ മുതൽ അമ്മ റൂമിൽ തന്നെയാ. എന്തെങ്കിലും കഴിച്ചായിരുന്നോ? നിർബന്ധിച്ചപ്പോ അമ്മ കുറച്ചെന്തോ കഴിച്ചു. വാ ചേച്ചി, നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി അമ്മയെ നിർബന്ധിച്ചു എങ്ങനെയെങ്കിലും കഴിപ്പിക്കാം. ആഹാരമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു വസു. വന്നു ഉണ്ണി, നിന്നെ കാണാതെ ഞങ്ങൾ ടെൻഷനിലായിരുന്നു. എന്താ ചേച്ചി, ഉണ്ണി എവിടെ പോയിരുന്നു? കുറച്ചു മുൻപ് ആ ജാനകിമാടെ ഇവിടെ വന്ന് ഉണ്ണിയെ കൂട്ടിക്കൊണ്ടുപോയി. ഞങ്ങള് വേണ്ടെന്ന് പറഞ്ഞിട്ടും ഉണ്ണി വാശി പിടിച്ചാ പോയത്. പക്ഷെ എനിക്കൊന്നും പറ്റിയില്ലല്ലോ വല്യമ്മേ. സേഫായി പോയിട്ട് സേഫായിട്ട് തിരിച്ചു വന്നല്ലോ. ശരി ഉണ്ണി, പോയി കൈ കഴുകിയിട്ട് വാ, ഭക്ഷണം എടുത്തു തരാം. ഓക്കെ അമ്മേ. ഉണ്ണി, നിന്റെ വിരലെന്താ മഷി പുരണ്ടിരിക്കുന്നെ? ജാനകി ആന്റി ഇന്നെന്റെ തമ്പ് ഇംപ്രഷൻ എടുത്തായിരുന്നു അമ്മേ. എന്തിന്? ഓരോരുത്തരുടെയും വിരലടയാളം ഓരോ രീതിയിലായിരിക്കുമെന്ന് പറഞ്ഞു തന്നു. ലെൻസിലൂടെ നോക്കിയാ ആ ഡിഫറൻസ് മനസ്സിലാവുമെന്ന് പറഞ്ഞു. എന്റെ തള്ളവിരലടയാളം കൊണ്ട് അത് കാണിച്ചു തന്നമ്മേ. വിരലടയാളം മാത്രമല്ല, ആന്റി എന്റെ സൈനും വാങ്ങിയായിരുന്നമ്മേ. നിന്റെ സൈൻ എന്തിനാ അവർക്ക്? വെറുതെയാ. ഞാൻ എങ്ങനെയാ സൈൻ ചെയ്യണേന്ന് കാണണമെന്ന് പറഞ്ഞു, കാണിച്ചു കൊടുത്തു. അവർക്ക് നിന്റെ കൈരേഖ എന്തിനായിരിക്കും വേണ്ടത്? അതുപോലെ എന്തിനാ സൈൻ്റെ ആവശ്യം? ഇതിലെന്തോ ഒരു തെറ്റുണ്ടല്ലോ. എനിക്കും അങ്ങനെ എടുത്തി തോന്നുന്നേ. ഉണ്ണിയുടെ കയ്യൊപ്പ് കാണേണ്ട ആവശ്യം അവർക്കെന്തിനാ? ഞങ്ങളുടെ അടുത്ത് ഏതോ ഫംഗ്ഷൻ ആണെന്നാ പറഞ്ഞത്. ഫംഗ്ഷൻ ഉണ്ടായിരുന്നു ഉണ്ണി? അങ്ങനെയൊന്നും അവിടെ ഇല്ലായിരുന്നോ വല്യമ്മേ? അവിടെ ഞാനല്ലാതെ വേറെ ഒരു കുട്ടികളും ഇല്ലായിരുന്നു. അവരുടെ വീട്ടില് മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? ആരും ഇല്ലമ്മേ. ആന്റിയുടെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കവരെ കാണാൻ കഴിഞ്ഞില്ല. എന്താ കാണാൻ പറ്റാത്ത? അവരുടെ ഹെൽത്ത് മോശമാണെന്ന് ആന്റി പറഞ്ഞ് റൂമിൽ റെസ്റ്റ് എടുക്കുകയാണെന്ന് പറഞ്ഞു. സംതിങ് ഈസ് റോങ്. എന്തോ സംഭവിക്കുന്നുണ്ട്. ചേച്ചി, ചേച്ചി അമ്മയോട് സംസാരിച്ച് കഴിക്കാൻ പറയും. ഞാൻ ആ ജാനകി മാഡത്തിന്റെ വീട് വരെ പോയി എന്തിനാ കൈരേഖയും സൈനും ഒക്കെ വാങ്ങിയതെന്ന് ചോദിക്കട്ടെ? എടുത്തി വന്നേ, ഞാനും കൂടെ വരാം. വേണ്ട അഖിൽ, നീയും അമ്മയോട് സംസാരിച്ച് അമ്മ എന്തെങ്കിലും കഴിപ്പിക്കാൻ നോക്ക്. വാ ഉണ്ണി. ഇത് ഓക്കെ ആണോ ലോയർ സർ? ഓക്കെയാണ് മാഡം. കുട്ടിയുടെ കയ്യൊപ്പം തമ്പിയും പ്രശ്നം കറക്റ്റാണ് മാഡം. മാറ്റർ എന്താണെന്ന് നിങ്ങൾ എഴുതുമല്ലോ അല്ലേ? ഉണ്ണിയുടെ പൂർണ്ണ സമ്മതത്തോടെയാണ് മാഡം അവനെ അവകാശിയായി ദത്തെടുത്തതെന്ന് വരുത്തക്ക രീതിയിൽ മാറ്റർ ഞാൻ ടൈപ്പ് ചെയ്തോളാം. സോ ഇതോടെ ഉണ്ണിയുടെ പ്രശ്നം സോൾവ് ആയില്ലേ? അതെ മാഡം. അടുത്തത് വസുന്ധര ദേവിയുടെ കയ്യൊപ്പാണ് വേണ്ടത് മാഡം. അതും ഞാൻ എത്രയും വേഗം കംപ്ലീറ്റ് ചെയ്യും സർ. അവധി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രയോജനം ഉണ്ടാവില്ല മാഡം. നിങ്ങൾ ഏത് കോടതിയിൽ പോയാലും സ്വത്ത് കൈവരില്ല. അത്രയും ദിവസം ഒന്നും എടുക്കില്ല ലോയർ. കറക്റ്റ് സമയത്തിന് തന്നെ വസുവിനെ കൊണ്ട് ഞാൻ ഒപ്പിട്ട് വാങ്ങും. ഓക്കെ മാഡം, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ ലോയർ സർ.
വസുന്ധരയായിരുന്നോ? വന്നോളൂ. ആദ്യമായിട്ടാണല്ലോ എന്റെ വീട്ടിലേക്ക് വരുന്നത്. വരൂ. എന്തിനാ ഇവിടെ ലോയർ വന്നത്? അത് നാട്ടിൽ എനിക്കൊരു ലാൻഡ് ഉണ്ട്. അത് ഡിസ്പ്യൂട്ടിലാണ്. അതിനെക്കുറിച്ച് സംസാരിക്കാനാ ലോയർ ഇപ്പോ വന്നത്. എന്താ വസുന്ധര മേഡം പെട്ടെന്ന് വന്നിരിക്കുന്നു? ഉണ്ണി എന്താ പെട്ടെന്ന് അമ്മയും കൊണ്ടുവന്നേ? ആന്റി എന്റെ കയ്യിൽ നിന്ന് എന്റെ സൈനും വിരലടയാളം വാങ്ങിയായിരുന്നില്ല ആന്റി. അതിനെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടിയാ എന്റെ അമ്മ വന്നത്. എന്തിനാ അങ്ങനെ ചെയ്തത്? ഉണ്ണിയുടെ സൈനും കൈരേഖയൊക്കെ വാങ്ങേണ്ട ആവശ്യം നിങ്ങൾക്ക് എന്താ ഉള്ളത്? ഓ അത് വസുന്ധര എന്തോ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടല്ലേ ഉണ്ണിയും കുട്ടി ഇങ്ങോട്ടേക്ക് വന്നേ? ഇവിടെ ഫംഗ്ഷൻ നടക്കുന്നതായിട്ടൊന്നും കാണുന്നില്ലല്ലോ. വേറെ കുട്ടികൾ ഇവിടെ ആരുമില്ല. എന്താ ഇതൊക്കെ? പറയൂ, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്ത? ഞാൻ പറയാം, എന്റെ കൂടെ വരൂ. എന്റെ മകളുടെ മരണത്തിന് ഈ നന്ദിനി ഒരു കാരണക്കാരിയാണ്. ഇവൾ ഒരുങ്ങി ചമഞ്ഞ് ഈ വീട്ടിനുള്ളിൽ നടന്ന് എന്റെ മകളുടെ ജീവിതത്തിനൊരു വിലങ്ങുതടിയായി. ശിവാനിയുടെ മരണത്തിന് കാരണമായ ഇവളെ ഉടനെ തന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കണമേ.